വെൽക്കം ബാക്ക് ടു എജ്യൂബ്ലിറ്റ്സ് ലേണിംഗ്. CUET UG റിസൾട്ടിന് ശേഷം ഒരുപാട് സ്റ്റുഡൻസ് വെയിറ്റ് ചെയ്ത് കാത്തിരുന്നൊരു നോട്ടിഫിക്കേഷനാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടേത്. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ട് കുറച്ച് ദിവസങ്ങളായി. ജൂൺ 26 തൊട്ട് ഫസ്റ്റ് ഫേസ് ഓപ്പൺ ആണ്. അപ്പോൾ നമുക്കറിയാം, ബാക്കിയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് മാറി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എന്താണ്, ഒരുപാട് കോളേജുകളിലേക്കും ഒരുപാട് കോഴ്സുകളിലേക്കുള്ള ആപ്ലിക്കേഷന് ഒരൊറ്റ പോർട്ടൽ വഴിയാണ് DUൻ്റെത് നടക്കാറുള്ളത്. അപ്പോൾ ആപ്ലിക്കേഷൻ പ്രൊസീജിയറും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടാവും. ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സിലും പ്രിഫറൻസ് സെലക്ഷന് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യുന്ന ഒരു സെക്ഷനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂലൈ 11 ഫേസ് 1 ഓൾറെഡി ഓപ്പൺ ആണ്. ഫേസ് 1ഉം ഫേസ് 2ഉം കംപ്ലീറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 11. അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രൊസീജിയർ നോക്കാം. അതിന് മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ പറയാനുള്ളത്, എജ്യൂബ്ലിറ്റ്സിൽ CUET NCET 2027 എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ലോങ് ടേം ബാച്ചിൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ഉള്ള ആരെങ്കിലും CUET NCET പ്രിപ്പറേഷൻ നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് എജ്യൂബ്ലിറ്റ്സ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. കേരളത്തിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എജ്യൂബ്ലിറ്റ്സ് ലേണിംഗ്. അപ്പോൾ നമുക്ക് DUൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രൊസീജിയർ നോക്കി നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഏകദേശം ഒരു 100ഓളം കോളേജുകളിലേക്കുള്ള 90ഓളം കോഴ്സുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ CSAS UG 2026 എന്ന് പറയുന്ന ഒരൊറ്റ പോർട്ടൽ വഴിയാണ് DUയിൽ നടക്കാറുള്ളത്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ എല്ലാ സ്റ്റുഡൻസും ഈ CSAS UG 2026 പ്ലാറ്റ്ഫോം വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിനു മുമ്പ് എല്ലാ സ്റ്റുഡൻസും മസ്റ്റായിട്ട് വായിച്ചിരിക്കേണ്ട ഇൻഫർമേഷൻ ബുള്ളറ്റിൻ, DUൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിന് സൈറ്റിൽ അവൈലബിൾ ആണ്. BOI UG 2026 എന്ന് പറയുന്ന ഇൻഫർമേഷൻ ബുള്ളറ്റിന് എല്ലാ സ്റ്റുഡൻസും ഒന്ന് വായിക്കണം. അതിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഓരോ കോളേജിലെയും ഓരോ കോഴ്സുകളെ കുറിച്ചും, എന്തൊക്കെയാണ് സബ്ജക്ട് കോമ്പിനേഷന്, ഏതൊക്കെ പേപ്പേഴ്സിൽ എത്രത്തോളം സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, എല്ലാ ഡീറ്റെയിൽസും ഈ BOI 2026 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ CSAS UG 2026 ഈ CSAS UGയിൽ 3 ഫേസുകളാണ് ഉള്ളത്. ഒന്നാമത്തെ ഫേസ് 1ലുള്ളത് അപ്ലൈയിങ് ടു യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി. അതായത് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ CUET രജിസ്റ്റർ നമ്പറും ആപ്ലിക്കേഷൻ നമ്പറും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, DUയിലോട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാണ്. രജിസ്റ്റർ ചെയ്ത് നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്ന ഫേസാണ് ഫേസ് 1. ഫേസ് 1 ജൂൺ 26 തൊട്ട് ആക്റ്റീവാണ്. പിന്നെ സെക്കൻഡ് ഫേസ് വരുന്നത് ഫില്ലിംഗ് പ്രിഫറൻസ് ഫോർ പ്രോഗ്രാംസ്. അതായത് നമ്മൾ ഫേസ് 1ൽ നമ്മൾ കോമൺ ആയിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയിലോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ ഫേസ് 2ലാണ് ഏത് സ്റ്റേജ് വരുന്നത്, നമ്മൾ കോളേജും കോഴ്സുകളും ഒക്കെ ചൂസ് ചെയ്യുന്ന സ്റ്റേജ് വരുന്നത് ഫേസ് 2ലാണ്. ഫേസ് 3 എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് ശേഷം അലോട്ട്മെൻറ്റ്സും അഡ്മിഷനും ഒക്കെ ഉള്ള സ്റ്റേജാണ് ഫേസ് 3 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ, നമ്മൾ ഈ ഫേസ് 1ലോട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾ അപ്ലിക്കേഷൻ ഫീ പേ ചെയ്യാറുള്ളത്. 250 റുപ്പീസാണ് ജനറൽ കാറ്റഗറിയിലുള്ളവർക്കും OBC NCL EWS ഇവർക്ക് 250 റുപ്പീസാണ്. ഇനി SC ST PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 100 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ വരുന്നത്. ഇനി നമുക്ക് ഫേസ് 1 അതായത് രജിസ്ട്രേഷൻ ഫേസ് നോക്കാം. ഓൾറെഡി ഒരുപാട് സ്റ്റുഡൻസ് ഈ ഫേസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ എല്ലാവർക്കും ഡൗട്ട്സ് ഉണ്ടാവില്ല ഫേസ് 2ലാണ്. അതുകൊണ്ട് ഫേസ് 1 ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഫേസ് 1 നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റേജാണ്. നമ്മൾ ആദ്യം ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന പോർട്ടലിൽ പോയിട്ട്, ന്യൂ രജിസ്ട്രേഷൻ UGയുടെ പോർട്ടലിൽ പോയിട്ട് ന്യൂ രജിസ്ട്രേഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ആദ്യം CUET ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും വെച്ച് ലോഗിൻ ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതുപോലെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവർ ചോദിക്കുന്ന കുറച്ച് ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുക, അക്കാദമിക് ഡീറ്റെയിൽസ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സ്റ്റേജാണ് ഫേസ് 1. അപ്പോൾ ഈ ഫേസ് 1ൻ്റെയും ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 11. ഫേസ് 1 നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അക്കാദമിക് സെക്ഷന് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ക്ലാസ് 12ൻ്റെ മാർക്ക് മാത്രമാണ് DU കൺസിഡർ ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു കേരള സ്റ്റേറ്റ് സിലബസ് പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ
കുട്ടിയുടെ മാർക്ക് ഷീറ്റിൽ എന്തൊക്കെ ഉണ്ടാവും, ക്ലാസ് 11ഉം ക്ലാസ് 12ഉം മിക്സ്ഡ് ആയിട്ട് സമ്മായിട്ടാവും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ആ കുട്ടി DUൻ്റെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടത് ഏത് മാത്രമാണ്, ക്ലാസ് 12ൻ്റെ മാർക്സ് മാത്രമാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതും പ്രാക്ടിക്കൽ ഇല്ലാണ്ട്, പ്രാക്ടിക്കൽ ഉള്ളത് സെപ്പറേറ്റ്, തിയറിയുടെ മാർക്ക് സെപ്പറേറ്റ്, അങ്ങനെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സൈറ്റിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കുക. പിന്നെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിൽ, അതായത് ഈ രജിസ്ട്രേഷൻ ഫേസ് 1ൽ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം സബ്മിറ്റ് ചെയ്ത ശേഷം പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ എല്ലാവരും സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ്, സബ്മിറ്റ് ആക്കി നമ്മുടെ പ്രൊഫൈൽ ലോക്ക് ആവുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ചെക്ക് ചെയ്യണം. പിന്നെ DUൻ്റെ തന്നെ സൈറ്റിൽ അവർ അഡ്വൈസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ലാസ്റ്റ് ഡേറ്റ് നോക്കി ലാസ്റ്റ് ഡേയിൽ കംപ്ലീറ്റ് പ്രൊസീജിയർ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യരുത്, സൈറ്റിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വന്നേക്കാം. അപ്പോൾ ലാസ്റ്റ് ഡേയിലേക്ക് വെയിറ്റ് ചെയ്യരുതെന്ന് അവർ കറക്റ്റായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനും ലാപ്ടോപ്പ് ഓർ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനും അവർ അഡ്വൈസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയാണ് എല്ലാവർക്കും ഡൗട്ടുള്ള ഫേസ് 2ൻ്റെ കാര്യം വരുന്നത്. ഫേസ് 2 എന്ന് പറഞ്ഞാൽ പ്രിഫറൻസ് ഫില്ലിങ്. അതിൽ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്, എല്ലാവരും ആദ്യം ചെയ്യേണ്ട കാര്യം സബ്ജക്റ്റ് മാപ്പിംഗ് ആണ്. സബ്ജക്റ്റ് മാപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ CUETയിൽ ഒരു ബയോളജിയുടെ പേപ്പർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ബയോളജിക്ക് ഒരാൾക്ക് അഡ്മിഷൻ നോക്കണമെങ്കിൽ ആളുടെ +2ൽ എന്ത് പഠിച്ചിട്ടുണ്ടാവണം, ബയോളജി പഠിക്കൽ കമ്പൾസറി ആണ്. അപ്പോൾ നമ്മൾ +2ൽ പഠിച്ചിട്ടുള്ള സബ്ജക്ട്സിന് മാത്രമേ നമ്മൾ CUETയിൽ അറ്റൻഡ് ചെയ്ത പേപ്പേഴ്സ് അവർ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓരോ കോഴ്സുകളും നമ്മൾ CUETയിൽ അറ്റൻഡ് ചെയ്ത പോലെ തന്നെ +2ലും പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് കമ്പൾസറി ആണ്. അപ്പോൾ അങ്ങനെ +2ൽ പഠിച്ച പേപ്പേഴ്സും അതുപോലെ CUETയിൽ അറ്റൻഡ് ചെയ്ത പേപ്പേഴ്സിൻ്റെയും ഒരു സബ്ജക്റ്റ് മാപ്പിംഗ് ചെയ്യലാണ് ഫസ്റ്റ് പ്രൊസീജിയർ വരുന്നത്. സെക്കൻഡ് വരുന്നതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്, പ്രിഫറൻസ് സെലക്ഷൻ. അതായത് നമ്മൾ ഈ സ്റ്റെപ്പാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ ഞാൻ ഒരു BA എക്കണോമിക്സിലോട്ട് അഡ്മിഷൻ നോക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യരുത്, BA എക്കണോമിക്സ് ഉള്ള എല്ലാ കോളേജുകളും ചറപറ അപ്ലൈ ചെയ്യരുത്. എന്ത് ചെയ്യണം, നമുക്ക് വേണ്ട, അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം BA എക്കണോമിക്സ് ഏത് കോളേജിൽ പഠിക്കാനാണോ ആ കോളേജ് ആയിരിക്കണം, എനിക്ക് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഉള്ള കോളേജ് ആയിരിക്കണം ഞാൻ പ്രിഫറൻസ് കൊടുക്കുമ്പോൾ ആദ്യം കൊടുക്കേണ്ടത്. കാരണം ആ പ്രിഫറൻസിൻ്റെ ഓർഡറിലാണ് നമ്മൾ അഡ്മിഷൻസ് അവർ കൺസിഡർ ചെയ്യാറുള്ളത്. അതായത് ഈ പ്രോഗ്രാം പ്ലസ് കോളേജ് കോമ്പിനേഷൻസ് ആണ് നമ്മൾ എന്തിൽ കൊടുക്കുന്നത്, ഈ പ്രിഫറൻസ് സെലക്ഷനിൽ കൊടുക്കുന്നത്. അതായത് നമ്മൾ ആദ്യം ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു കോളേജാണ് ഹിന്ദു കോളേജ്, നമ്മൾ ആദ്യം ഹിന്ദു കോളേജ് സെലക്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഹിന്ദു കോളേജിൽ ഇപ്പോൾ BSc മാത്തമാറ്റിക്സ് ആണെങ്കിൽ BSc മാത്തമാറ്റിക്സ് ചൂസ് ചെയ്യും. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്, BSc മാത്തമാറ്റിക്സ് ഇൻ ഹിന്ദു കോളേജാണ്. ഇനിയിപ്പോൾ ഹിന്ദു കോളേജിൽ തന്നെ എനിക്ക് ഫിസിക്സ് നോക്കണം എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ഞാൻ എന്താ കൊടുക്കേണ്ടത്, ഹിന്ദു കോളേജ് BSc ഫിസിക്സ്. ഇനി ഞാൻ BSc മാത്സ് മാത്രമാണ് അഡ്മിഷൻ നോക്കുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഹിന്ദു കോളേജ് ആണെങ്കിൽ ഞാൻ എങ്ങനെ കൊടുക്കുക, ഹിന്ദു കോളേജിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഹിന്ദു കോളേജ് BSc മാത്സ്, ദെൻ ഞാൻ ഹൻസ്രാജ് ആണെങ്കിൽ ഹൻസ്രാജ് കോളേജ് BSc മാത്സ്, അങ്ങനെ എൻ്റെ പ്രിഫറൻസിൻ്റെ ഓർഡറിൽ കൊടുക്കുക. ഈ പ്രിഫറൻസ് നമ്മൾ കറക്റ്റ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കൽ നിർബന്ധമാണ്. കാരണം ഇപ്പോൾ എൻ്റെ സെക്കൻഡ് ഓപ്ഷനാണ് ഹിന്ദു കോളേജ്, ഫസ്റ്റ് ഓപ്ഷൻ ഹൻസ്രാജ് ആണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഓൾറെഡി ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ഹൻസ്രാജിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സെക്കൻഡ് ഓപ്ഷനിലോട്ട് തിരിച്ചു പോകാനുള്ളൊരു ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ഈ പ്രിഫറൻസ് കൊടുക്കുന്ന കാര്യം എല്ലാവരും എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ചെയ്യുക. അതുപോലെ ഈ ഫേസ് 2ൻ്റെ ഡെഡ് ലൈനിന് മുമ്പായിട്ട് നമ്മൾ പറഞ്ഞു, ഈ ഫേസ് 2ൻ്റെ ഡെഡ് ലൈൻ എന്നാണ്, ജൂലൈ 11th തന്നെയാണ്, 11th സാറ്റർഡേ ആണ്. ഇപ്പോൾ നിലവിൽ ഫേസ് 1ഉം ഫേസ് 2ഉം ആക്റ്റീവാണ്. അപ്പോൾ ഈ ഫേസ് 2ൻ്റെ ഡെഡ് ലൈൻ, അതായത് ജൂലൈ 11ന് മുമ്പായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ ചൂസ് ചെയ്ത പ്രിഫറൻസ്, ഓരോ പ്രിഫറൻസും ചൂസ് ചെയ്ത ശേഷം അത് നമ്മൾ സേവ് ചെയ്തിടണം. സേവ് ചെയ്ത പ്രിഫറൻസസ് മാത്രമേ അവർ അഡ്മിഷന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, നമ്മുടെ പ്രൊഫൈൽ ലോക്ക് ആയിക്കോളും. പിന്നെ നമ്മുടെ ഈ പ്രിഫറൻസ് ഫില്ലിങ്ങിന് ശേഷം, അതായത് പ്രിഫറൻസ് ഫില്ലിങ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താണ്, അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ആണല്ലോ. ഈ അലോട്ട്മെൻറ്റ് ലിസ്റ്റിന് തൊട്ട് മുമ്പായിട്ട് ഈ ആപ്ലിക്കേഷൻ പോർട്ടൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ DU എന്ത് പബ്ലിഷ് ചെയ്യും, നമ്മുടെ സിമുലേറ്റഡ് റാങ്ക്സ് പബ്ലിഷ് ചെയ്യും. അതായത് നമ്മൾ ഇതിന് ശേഷം ഈ അലോട്ട്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഓരോ സ്റ്റുഡൻറ്റും അവരുടെ ആപ്ലിക്കേഷൻ പോർട്ടലിൽ ലോഗിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മളെ റാങ്ക് അവൈലബിൾ
ആയിട്ടുണ്ടാവും. നമ്മൾ എത്രയാണ് റാങ്ക് എന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ റാങ്കിനനുസരിച്ച് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഭയങ്കര ഒരുപാട് ബാക്കിലാണ് റാങ്ക് എന്നുണ്ടെങ്കിൽ ആ കോളേജിലെ സീറ്റുകളുടെ എണ്ണം കൂടി നോക്കിയിട്ട് എന്തായിരിക്കും, നമുക്ക് ചിലപ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടാൻ ഒരു ചാൻസും ഇല്ലെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ ഓപ്ഷൻ കളഞ്ഞ് വേറെ ഓപ്ഷനൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഫേസ് 2ന് ശേഷം എല്ലാവരും അവരുടെ പോർട്ടൽ, ആപ്ലിക്കേഷൻ പോർട്ടൽ ലോഗിൻ ചെയ്തിട്ട് എന്ത് ചെക്ക് ചെയ്യണം, റാങ്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. അവരുടെ സ്റ്റുഡൻസിൻ്റെ ഡാഷ്ബോർഡിൽ കറക്റ്റായിട്ട് അവർ റാങ്ക് പബ്ലിഷ് ചെയ്യും. ഈ ഡിക്ലറേഷൻ ഓഫ് റാങ്ക്സിന് ശേഷം ഒരു സ്റ്റുഡൻറ്റിന് അവർ ഓൾറെഡി കൊടുത്തിട്ടുള്ള പ്രിഫറൻസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, റിവൈസ് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും, റീഓർഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ റാങ്ക് ഡാഷ്ബോർഡിൽ റാങ്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഹിന്ദു കോളേജും ഹൻസ്രാജും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹിന്ദു കോളേജിൽ നമ്മുടെ റാങ്ക് നല്ല ബാക്കിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹിന്ദു കോളേജ് വേണമെങ്കിൽ കുറച്ചുകൂടെ താഴേക്ക് ഇട്ടിട്ട് അല്ലെങ്കിൽ ഹിന്ദു കോളേജ് ഡിലീറ്റ് ചെയ്യാം. കിട്ടാൻ ഒരു ചാൻസും ഇല്ലെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഓപ്ഷൻസ് കൊടുക്കാം. ഇത്ര കോളേജ് ഇത്ര പ്രിഫറൻസ് മാത്രമേ കൊടുക്കാൻ പറ്റൂ എന്നുള്ളൊരു ലിമിറ്റ് ഒന്നുമില്ല. നമുക്ക് വേണ്ട അത്രയും കോളേജുകൾ കൊടുക്കാം. പക്ഷേ എന്ത് ശ്രദ്ധിക്കുക, നമ്മൾ വേണ്ട കോളേജുകൾ തന്നെയാണോ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അഡ്വൈസ് ആയിട്ട് പറയാനുള്ളത് കറക്റ്റായിട്ട് BOI 2026 വായിക്കണം. അതായത് DUവിൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിന് കറക്റ്റായിട്ട് വായിക്കണം. എന്നിട്ട് നമ്മൾ ഓരോ കോളേജിലും ഓരോ പ്രോഗ്രാമും ചൂസ് ചെയ്യുമ്പോഴും അതിൽ നമ്മൾ എലിജിബിൾ ആണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. അവിടുത്തെ സബ്ജക്റ്റ് കോമ്പിനേഷൻ നോക്കിയിട്ട് ആ കാര്യം ഒന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ ഓരോ പ്രിഫറൻസും കറക്റ്റായിട്ട് സേവ് ചെയ്യാൻ നോക്കുക. നമ്മുടെ പ്രിഫറൻസ് കൊടുക്കുന്നത് ശരിക്കും മാറ്റർ ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ തെറ്റായ പ്രിഫറൻസുകൾ, അതായത് നമുക്ക് ഒട്ടും വേണ്ടാത്ത കോളേജിൻ്റെ പ്രിഫറൻസ് ഒന്നും കൊടുക്കാണ്ടിരിക്കാൻ നോക്കുക, അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും കോഴ്സിന് ജോയിൻ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ആ കോഴ്സ് കൊടുക്കാണ്ടിരിക്കുക. പിന്നെ 3 പോയിന്റ്സ് ആണ് നമ്മൾ പ്രിഫറൻസ് ഫില്ലിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡ്രീം കോമ്പോസ്, റിയലിസ്റ്റിക് ഓപ്ഷൻസ്, സേഫ് ചോയ്സ്. അതായത് ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യാം. അതിന് ശേഷം എന്ത് ചെയ്യുക, പ്രാക്ടിക്കലി അത് പോസിബിൾ ആണോ, അതായത് നമ്മളുടെ മാർക്ക് വെച്ചിട്ട് നമ്മുടെ റാങ്ക് വെച്ചിട്ട് പ്രാക്ടിക്കലി അത് പോസിബിൾ ആണോ എന്നുള്ളത് നോക്കിയ ശേഷം മാത്രം എന്ത് ചെയ്യുക, പ്രിഫറൻസുകൾ കൊടുക്കുക. അതുപോലെ ഓരോ കോളേജിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചർ, അതുപോലെ കോളേജിലെ ഫെസിലിറ്റീസ്, ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒക്കെ അറിയാൻ അതാത് കോളേജിൻ്റെ സൈറ്റിൽ നോക്കിയാൽ മതി. പിന്നെ തേർഡ് വരുന്നത് സീറ്റ് അലോക്കേഷൻ ആൻഡ് അഡ്മിഷൻ ആണ്. അതായത് നമുക്കറിയാം അലോട്ട്മെൻറ്റ്സ് എന്തിൻ്റെ ബേസിലായിരിക്കും, CUET സ്കോറിൻ്റെയും പ്രിഫറൻസിൻ്റെ ഓർഡറിലായിരിക്കും. ഈ ഫേസ് 3 വരുന്നത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, 3 കാര്യങ്ങളാണുള്ളത്. ആദ്യം നമ്മൾ സീറ്റ് അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നമ്മുടെ ചോയ്സ് ഫ്രീസ് ചെയ്യാം, അതല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. നമ്മൾ ഈ ഫേസ് 3 നമ്മൾ ഒരു അപ്ഡേറ്റും നമുക്ക് ഒരു കോളേജിൽ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ഒരു ആക്ഷനും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ സീറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലായി പോകും. അപ്പോൾ ഈ തേർഡ് ഫേസിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ പോർട്ടൽ DUവിൻ്റെ നമ്മുടെ ഡാഷ്ബോർഡ് ചെക്ക് ചെയ്യൽ, ലോഗിൻ ചെയ്ത് ഡാഷ്ബോർഡ് ചെക്ക് ചെയ്യൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ആക്ഷനും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അഡ്മിഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലാവും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യൽ, നമുക്കൊരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ സീറ്റ് അക്സെപ്റ്റ് ചെയ്യൽ കമ്പൾസറി ആണ്. അക്സെപ്റ്റ് ചെയ്ത ശേഷം വേണമെങ്കിൽ നമുക്ക് ഫ്രീസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യൽ നിർബന്ധമാണെന്ന് പറഞ്ഞാൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ വേണ്ട ഒരു കുട്ടി നമ്മൾ കൊടുത്തിട്ടുള്ള പ്രിഫറൻസിൽ ഏത് കോളേജ് കിട്ടിക്കഴിഞ്ഞാലും ഫസ്റ്റ് ഓഫ് ഓൾ അത് അക്സെപ്റ്റ് ചെയ്യൽ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യൂല, ബാക്കിയുള്ള സ്റ്റെപ്പുകളിലോട്ട്, ബാക്കിയുള്ള അലോട്ട്മെൻറ്റ്സിലോട്ട് DU നമ്മളെ കൺസിഡർ ചെയ്യൂല. അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. ഇപ്പോൾ ഒരാൾക്ക് ഒരു കോളേജിൽ കിട്ടി, ആ കുട്ടി അവിടെ അക്സെപ്റ്റ് ചെയ്തു. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ എന്ത് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രൊസീജിയർ നമ്മൾ അഡ്മിഷൻ ഫീ പേ ചെയ്തിട്ട് അവിടെ അഡ്മിഷൻ എടുക്കണം. പ്രൊവിഷണലി എന്ത് ചെയ്യണം, അവിടെ അഡ്മിഷൻ എടുക്കണം. അപ്പോൾ പിന്നെ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ കോളേജ് മേ ബി നമ്മൾ അത് അപ്രൂവ് ചെയ്യും, അതല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. അപ്രൂവ് ചെയ്യലും റിജക്റ്റ് ചെയ്യലും എന്തിൻ്റെ ഓർഡറിലാണ്? അപ്രൂവ് ചെയ്യുക പറഞ്ഞാൽ അതിന് ശേഷം നമ്മൾ കോളേജിൽ നമുക്കൊരു സീറ്റ് കിട്ടി,
അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോളേജിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻസ് ഉണ്ടാവും. ഓൺലൈനായിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് വെരിഫൈ ചെയ്യും. നമ്മൾ കറക്റ്റായിട്ട് എലിജിബിൾ ആയിട്ടുള്ള കോഴ്സിന് തന്നെയാണോ അപ്ലൈ ചെയ്തിട്ടുള്ളതെന്ന് DU ചെക്ക് ചെയ്യും. അങ്ങനെ ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അവിടെ നമുക്ക് അഡ്മിഷൻ കിട്ടും. അപ്പം നമ്മൾ അവർ പറഞ്ഞിട്ടുള്ള ടൈമിൽ തന്നെ അഡ്മിഷൻ ഫീ പേ ചെയ്തിട്ട് എന്ത് ചെയ്യാം, അവിടെ അഡ്മിഷൻ എടുക്കാം. പിന്നെ എങ്ങാനും കോളേജ് റിജക്റ്റ് ചെയ്താൽ, നമ്മുടെ അഡ്മിഷൻ റിജക്റ്റ് ചെയ്താൽ അതിനുള്ള റീസൺ കറക്റ്റായിട്ട് സൈറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ മേ ബി ചിലപ്പോൾ എന്ത് പറയും, നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണെങ്കിലും റിമാർക്കായിട്ട് നമ്മുടെ ഡാഷ്ബോർഡിൽ കോളേജ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഈ ഇന്ന സർട്ടിഫിക്കറ്റ് ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ലോഗിൻ ചെയ്ത് ആപ്ലിക്കേഷൻ പോർട്ടലിൽ ലോഗിൻ ചെയ്തിട്ട് അവിടെയുള്ള എന്തെങ്കിലും റിമാർക്സ് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അപ്ഗ്രേഡ് ആൻഡ് ഫ്രീസ് ഉണ്ട്. നമ്മൾ പ്രിഫറൻസ് കൊടുത്ത് നമുക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ള കോളേജിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, ഹയർ ഓപ്ഷൻസ് നോക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അപ്ഗ്രേഡ് ഓപ്ഷൻ ചൂസ് ചെയ്യണം. അപ്ഗ്രേഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത അലോട്ട്മെൻറ്റിലോട്ട് കൺസിഡർ ചെയ്യപ്പെടും. ഇനി അതല്ല, എനിക്കിപ്പോൾ ഫിഫ്ത്ത് ഓപ്ഷനാണ് കിട്ടിയത്, ഫിഫ്ത്ത് ഓപ്ഷൻ ആയിട്ടുള്ള SRCC കോളേജിലാണ് കിട്ടിയത്, അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓപ്ഷൻസ് പിന്നെ കൺസിഡർ ചെയ്യൂല. പിന്നെ ഞാൻ പെർമനൻ്റ് ആയിട്ട് SRCCയിൽ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് ജോയിൻ ചെയ്തു. അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയിപ്പോൾ ആ ഫിഫ്ത്ത് ഓപ്ഷൻ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് പറഞ്ഞു, എനിക്ക് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ മേലുള്ള 4 ഓപ്ഷൻസ് വേണമെങ്കിൽ വേണ്ടാത്തത് റിമൂവ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഇനി അതല്ല, അത് റീഓർഡർ ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ അപ്ഗ്രേഡ് ഓപ്ഷൻ കൊടുത്തിട്ട് പിന്നെ മേലുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ ജോയിൻ ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ള SRCCയുടെ അഡ്മിഷൻ എന്താവും, ക്യാൻസലായി പോകും ഓട്ടോമാറ്റിക്കായിട്ട്. പിന്നെ ഇത്രയാണ് അഡ്മിഷൻ പ്രൊസീജിയർ വരുന്നത്. ആദ്യം രജിസ്റ്റർ ചെയ്യുക, phase 1 രജിസ്റ്റർ ചെയ്യുക, phase 2 പ്രിഫറൻസ് സെലക്ഷൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അലോട്ട്മെൻറ്റും അഡ്മിഷനും ആയിട്ടുള്ള ഫേസാണ് വരുന്നത്. പിന്നെയുള്ള കാര്യങ്ങൾ വിത്ഡ്രോവൽ ഓഫ് അഡ്മിഷൻ ആണ്. ആരെങ്കിലും ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്ത ശേഷം അഡ്മിഷൻ വിത്ഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1000 rupees വിത്ഡ്രോവൽ ഫീ പേ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അഡ്മിഷൻ വിത്ഡ്രോ ചെയ്യാം. പിന്നെ DU പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് മിഡ് എൻട്രി. അതായത് ഈ CSAS UG 2026 phase 1ലും phase 2ലും ഒരു കുട്ടി ആപ്ലിക്കേഷൻ ടൈമിൽ അറിഞ്ഞില്ല, അതല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ phase 2 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കുട്ടിക്കുള്ള കാര്യമാണ് ഈ മിഡ് എൻട്രി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ മിഡ് എൻട്രി എപ്പോഴാണ് DU ഓപ്പൺ ആക്കുക എന്നുള്ളതൊന്നും നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു സമയത്ത് നോട്ടിഫിക്കേഷൻ വരും മിഡ് എൻട്രി ഓപ്പൺ ആണെന്ന്. അപ്പോൾ ആ സമയത്ത് നമ്മൾ സെപ്പറേറ്റ് CSASൽ തന്നെ സെപ്പറേറ്റ് അഡ്മിഷൻ മിഡ് എൻട്രി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടാണ് നമ്മൾ എന്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ബാക്കിയുള്ള അലോട്ട്മെൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. 1000 rupees ആണ് മിഡ് എൻട്രി ഫീ വരുന്നത്. പിന്നെ സ്പോട്ട് അഡ്മിഷനാണ്. ഈ എല്ലാ അലോട്ട്മെൻറ്റ്സും കഴിഞ്ഞ ശേഷം സീറ്റിൻ്റെ അവസ്ഥയ്ക്ക് അനുസരിച്ചാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം സെക്കൻഡും തേർഡും അലോട്ട്മെൻറ്റ്സ് ഒക്കെ സീറ്റ് അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ഉണ്ടാവാറുണ്ട്. ഇനി അതെല്ലാം കഴിഞ്ഞിട്ടും സീറ്റ് വാക്കൻ്റ് ആണെങ്കിൽ നമുക്ക് എന്തിന് അപ്ലൈ ചെയ്യാം, സ്പോട്ട് അഡ്മിഷൻ നോക്കാം. സ്പോട്ട് അഡ്മിഷന് സീറ്റ്സ് റിമൈൻ ആണെങ്കിൽ മാത്രമേ സ്പോട്ട് അഡ്മിഷൻ വിളിക്കാറുള്ളൂ. സ്പോട്ട് അഡ്മിഷൻ എന്തില്ല, ഒരു പ്രിഫറൻസ് സെലക്ഷൻ ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾക്ക് കറക്റ്റായിട്ട് അലോട്ട്മെൻറ്റ്സിന് ശേഷം ഓരോ കോളേജുകളുടെയും സൈറ്റിലുണ്ടാവും എത്ര സീറ്റ്സാണ് വാക്കൻ്റ് ആയിട്ടുള്ളതെന്ന്. അപ്പോൾ ആ സീറ്റിലോട്ട് നമ്മളിപ്പോൾ ഹൻസ്രാജിൽ മാത്സിന് ഒരു സീറ്റ് വാക്കൻ്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഹൻസ്രാജിൽ മാത്സിന് വേണ്ടിയിട്ട് സ്പോട്ട് അഡ്മിഷന് നമ്മൾ അറ്റൻഡ് ചെയ്യാണ് ചെയ്യാറുള്ളത്. അല്ലാണ്ട് കോമൺ ആയിട്ട് എല്ലാ യൂണിവേഴ്സിറ്റിയും കൂടെ ഒന്നിച്ചുള്ളൊരു സ്പോട്ട് അഡ്മിഷൻ അല്ല നടക്കാറുള്ളത്. ഇത്രയാണ് കാര്യമായിട്ട് പറയാനുള്ളത്. പിന്നെ മിസ്റ്റേക്കുകൾ വരാൻ ചാൻസ് ഉള്ളത് CUET സബ്ജക്റ്റ് കോമ്പിനേഷൻ നോക്കാണ്ട് അപ്ലൈ ചെയ്യാണ്ടിരിക്കുക. അതായത് ഓരോ കോളേജിലും അതിൻ്റെ സബ്ജക്റ്റ് കോമ്പിനേഷൻ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിന്നെ കറക്റ്റ് ടൈമിൽ നമ്മുടെ പ്രിഫറൻസസ് എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. പിന്നെ DU അഡ്മിഷൻ പോർട്ടലിൽ അപ്ഡേറ്റ്സ് ഇഗ്നോർ ചെയ്യാണ്ട് നോക്കുക. കറക്റ്റായിട്ട് അഡ്മിഷൻ പോർട്ടലിൽ ചെക്ക് ചെയ്ത് സ്റ്റാറ്റസുകളൊക്കെ നോക്കി നോക്കുക. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 11 ജൂലൈ ആണ്. നിലവിൽ phase 1 ഓൾറെഡി ഓപ്പൺ ആയിരുന്നു. phase 1 കംപ്ലീറ്റ് ചെയ്തവർക്ക് ജൂലൈ 11 വരെ phase 2 ചെയ്യാം. ലാസ്റ്റ് ഡേറ്റിലോട്ട് എടുത്ത് വെക്കരുത്, നേരത്തെ കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത phase 1 ചെയ്യാത്തവരാണെങ്കിൽ അവർക്ക് ആദ്യം phase 1 കംപ്ലീറ്റ് ചെയ്ത് ദെൻ phase 2 ചെയ്യാം. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് കറക്റ്റ് പ്രിഫറൻസ് ലിസ്റ്റ് പ്ലാൻ ചെയ്ത ശേഷം മാത്രം അപ്ലൈ ചെയ്യാനിരിക്കുക. പിന്നെ ഇത് രണ്ടുമാണ് UG
ആപ്ലിക്കേഷൻ DUൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള UG അഡ്മിഷൻ്റെ സൈറ്റ് വരുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ ഡൗട്ട്സോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ DUൻ്റെ ഈ ഒഫീഷ്യൽ ഇമെയിൽ IDക്ക് എന്ത് ചെയ്താൽ മതി, മെയിൽ ചെയ്താൽ മതി. അവർ ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് DUൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറായിട്ട് പറയാനുള്ളത്. പിന്നെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ CUET NCET 2027 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയാം.